ഹായ് ഫ്രണ്ട്സ്, ജോബിയാണ്. ഞാനിപ്പം ഞങ്ങളുടെ രാജപുരം കായലിൻ്റെ എൻ്റെ ഒരു ഫീൽഡിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത്തവണ വേനൽ മഴ ഞങ്ങൾക്ക് എട്ടിൻ്റെ പണിയാണ് തന്നത്. അതായത് കൊയ്യാൻ വന്ന മെഷീൻ ഫീൽഡിൽ കൊയ്യുമ്പോൾ പ്രശ്നമില്ല. ഇത് കണ്ടോ, നമ്മുടെ ഡ്രം സീഡർ ചെയ്ത ഫീൽഡാണ്. കണ്ടോ, കണ്ടത്തിലെങ്ങും ഒരു പാട് പോലുമില്ല. പക്ഷേ 9 കിലോ നെല്ലുമായിട്ട് ഈ വണ്ടി ഓടിപ്പോയി 1 കിലോമീറ്റർ ദൂരം കൊണ്ടുപോയിട്ടാണ് നമ്മൾ നെല്ല് കുത്തുന്നത്. അവിടുന്ന് വള്ളങ്ങളിൽ കയറ്റി റോഡ് സൗകര്യമുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ നെല്ല് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് വന്ന സംബന്ധിച്ചാൽ ഇങ്ങനെ വഴികളെല്ലാം മോശമായ കാരണം ദൂരേക്ക് എത്താൻ പറ്റുന്നില്ല. 3 ഏക്കറിൽ 12 വണ്ടി നെല്ല് കിട്ടി. അതിൽ പോയ വഴി വണ്ടി താന്നു, അവിടെ വണ്ടി കുത്തി. ഇപ്പോൾ ഞങ്ങളുടെ മോട്ടോർ ജാലിൻ്റെ സൈഡാണ്. ഇതിപ്പോൾ കണ്ടോ, ഇത്രയും നെല്ല് ഇനി ഞാൻ 1 കിലോമീറ്റർ ദൂരം ഇതിൻ്റെ തൊഴിലാളികളുടെ സഹായത്തോടുകൂടി അവിടെ എത്തിക്കണം. അപ്പോൾ കണ്ടോ, ഈ ഒരു വള്ളം കണ്ടോ, ഒരു ഫൈബർ വള്ളം. ഈ ഫൈബർ വള്ളത്തെ ഞങ്ങളിപ്പോൾ ഒരു 8 ചാക്ക് വീതം കയറ്റും. ഈ തോട്ടിൽ വെള്ളമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇത് നമ്മൾ വലിക്കും. കുട്ടനാട്ടുകാരെപ്പോഴും കായികമായിട്ട് എല്ലാത്തിനും നേരിടാൻ ശേഷിയുള്ള ടീമുകളാണ്. കണ്ടോ, ഇതിനകത്ത് ജസ്റ്റ് ആ വള്ളം ഒന്ന് പോകാനുള്ള വെള്ളമില്ല, പക്ഷേ ഇതിലേ ഞങ്ങൾ കൊണ്ടുപോകും. ഈ നെല്ല് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കുത്തി എന്നിട്ട് അവിടുന്ന് ലോഡ് ചെയ്ത് ഞങ്ങൾ ഏതെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലോ അവിടുന്ന് എവിടുന്നെങ്കിലും അൺലോഡ് ചെയ്താണ് നമ്മൾ മില്ലോട്ട് അയക്കുന്നത്. ഇത്രയും സാഹസികമായിട്ടാണ് ഞങ്ങൾ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം ഞങ്ങൾക്ക് 3-4 കിലോ കിഴിവ്. ഇത് നമ്മൾ ചെറുപ്പമായതുകൊണ്ട് കായികമായിട്ട് നേരിടാൻ പറ്റും. പക്ഷേ 60-70 വയസ്സും പ്രായമായ കർഷകർ എന്ത് ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, ഞങ്ങളിത് 6 ചാക്ക് നെല്ല് കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ടോ, വള്ളത്തെ വെച്ച് ഒരു 10 മിനിറ്റ് നടക്കണം. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അത്രയും ദൂരം ചെല്ലും, വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ ലോഡ് ചെയ്യും. അങ്ങനെ ഇന്നുകൊണ്ടായി 3.5 വണ്ടി നെല്ലെന്ന് പറഞ്ഞാൽ 30 കിൻറ്റൽ നെല്ല് കാണും. എത്രയും നെല്ല് ഞങ്ങൾ കരയ്ക്ക് എത്തിച്ചാൽ നാളെ എൻ്റെ നെല്ല് കൊടുക്കാൻ പറ്റും. എന്തിനാ നമ്മൾ ചിരിച്ച് സാഹസികമായിട്ട് നേരിടുക? വരുന്നിടത്ത് വെച്ച് കാണും, അത്രേ ഉള്ളൂ. എല്ലാ വാതിലുകൾ കൊട്ടുമ്പോൾ ദൈവം എന്തെങ്കിലും എവിടെങ്കിലും പുതിയ വാതിലുകൾ നമുക്കായി തുറന്നു തരും. ആത്മവിശ്വാസത്തോടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനകത്തൊരു തുള്ളി വെള്ളം പോലും ഇല്ല, പക്ഷെ വെള്ളം പോരുന്നുണ്ടോ? നെല്ല് കണ്ടോ, ഇതാണ് നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കേട്ടോ.